ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണില്ലേ എന്താണെന്നല്ലേ? അതെ, ഞാൻ മുമ്പ് പറഞ്ഞു വെച്ച വീഡിയോയുടെ ബാക്കി പത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഉത്സവത്തിന്? ആ ഒരു ഉത്സവ കാഴ്ചയിലെ അവിടുത്തെ ഉത്സവ കാഴ്ചയിലെ പ്രധാന ആകർഷണമായ വീരഭദ്രൻ്റെ കെട്ടിയാട്ടത്തിലേക്കാണ് കേട്ടോ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിലെ ചെറിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് മുഴുവനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഭാഗം മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീരഭദ്രൻ അനുഭവർക്ക് അനുഭവം വിചാരിക്കാൻ പാപമായിരിക്കുന്നൊരു ഗവമെല്ലാം ഭക്തിയിൽ ലയിപ്പിച്ചു പോരുന്നോരെ ഭക്തന്റെ തിരുവാദികളെ കണ്ഠം ചെയ്യാൻ വീരഭദ്രൻ എന്റെ ആരംഭമായിരിക്കുന്ന അഗ്നിഭാഗി കയ്യേറ്റു പോരട്ടെ മന്ത്രി. ആരംഭമായിരിക്കുന്ന അഗ്നിഭാഗി കയ്യാണ്ട് പോരട്ടെ എന്റെ ഗോവര. ഈ ഒരു വീഡിയോ അവരുടേതായ, അതായത് ആ ഉത്സവത്തിൻ്റെ ആ കെട്ടിയാട്ടത്തിൻ്റെ അതേ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ വോയിസ് ഓവറും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ ഈ ഒരു വീഡിയോയിൽ ആധികാരികമായി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് കാര്യമായ അറിവുകളൊന്നും എനിക്കില്ല. അറിവില്ലാത്ത കാര്യത്തെപ്പറ്റി നിങ്ങളോട് പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാനിതിനെപ്പറ്റി ആധികാരികമായ കാര്യങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കലാരൂപം എന്ന് പറയുന്നത് ഒരുപാട് അർപ്പണ മനോഭാവത്തോടു കൂടി കെട്ടിയാടുന്നൊരു കലാരൂപമാണ് കേട്ടോ. ആത്മീയതയും അർപ്പണ മനോഭാവവും കലാരൂപവും എല്ലാം ഒരുമിച്ച് സംഗമിക്കുന്നൊരു സംഗമവേദി കൂടിയാണ് കേട്ടോ ഈ ഒരു കലാരൂപം എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും